കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും ചേർന്ന് ശ്രമിക്കുകയാണെന്ന് ദി കാലിക്കറ്റ് ടൗൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ടി.വി. നിർമ്മലൻ 2022-23 സാമ്പത്തിക വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൗൺ ബാങ്കിന്റെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ 1766.95 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ സാമ്പത്തിക വർഷം ബാങ്ക് നടത്തിയതെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 386.03 കോടി രൂപയുടെ ബിസിനസ് വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും പൊതുയോഗം വിലയിരുത്തി. 2022-23 സാമ്പത്തിക വർഷത്തിൽ അംഗങ്ങൾ 39,309 നിന്നും 40,994 നിക്ഷേപം 474.65 കോടിയായും വായ്പ 350.99 കോടിയായും വർദ്ധിച്ചെന്നും യോഗത്തിൽ വിശദീകരിച്ചു. ഒരു വർഷക്കാലത്തിലധികം നീണ്ടുനിന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കു ശേഷമുള്ള 2022-23 സാമ്പത്തിക വർഷത്തെ പൊതുയോഗമാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. യോഗത്തിൽ ചെയർമാൻ ടി.വി. നിർമ്മലൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും ചേർന്ന് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ ചില കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരും പൊതുവായി സമൂഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് സഹകരണ മേഖലയുടെ പങ്ക്? ആ സഹകരണ മേഖലക്കകത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണോ എന്ന് നമ്മോട് നിരന്തരമായി ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ചിലരിലെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഒ.എം. ഭരദ്വാജ്, ഡയറക്ടർമാരായ എ.വി. വിശ്വനാഥൻ, ടി. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് എം.കെ. ദിനേശൻ, പി.വി. ശരത്, കനകലത പി.പി., കുഞ്ഞായിൻകോയ ടി.വി., കെ.പി. സലീം, ലതാ ചന്ദ്രദാസ്, രതി എം., ബാങ്ക് ജനറൽ മാനേജർ ഇ. സുനിൽകുമാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജാനു കുനിച്ചക്കൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 20ാം വാർഷിക പരിപാടികൾ പുത്തൂർ സിന്ധു ഓഡിറ്റോറിയത്തിൽ നടന്നു.